ഒരു കഷ്ണം ചേനയുണ്ടെങ്കിൽ രുചികരമായ ഈ റെസിപ്പി തയ്യാറാക്കാം. ഒരു കഷ്ണം ചേന തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ കഷ്ണങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പിലയും 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 6 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള നീളനെ കനം കുറഞ്ഞരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഈ സവാള നന്നായി വഴറ്റിയെടുക്കുക. കൂടെ 2 പച്ചമുളക് നടുകീറിയത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചേന വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം പരത്തിയിട്ട് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഏറ്റവും അവസാനം 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ചേന തയ്യാറായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്